വയനാട് പനമരം പുഞ്ചവയൽ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനകൾ. തോട്ടത്തിൽ തമ്പിടിച്ച കാട്ടാനകളെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കാട് കയറ്റാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ചയായി നെല്ലിയമ്പം മേഖലയിൽ കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. ഇന്നലെ 5 ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. 2 എണ്ണം കാട് കയറിപ്പോയി. 3 കാട്ടാനകൾ തോട്ടത്തിൽ നിലയുറപ്പിച്ചു. ഇന്ന് രാവിലെ തുടങ്ങിയ ഓപ്പറേഷനാണ്. ഇപ്പോഴാണ് പൂർണ്ണമായും സക്സസ് ആയത്. തിരിച്ചു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. പക്ഷേ ആനകൾ ഇനിയും തിരിച്ചു വന്നേക്കാം. അപ്പം പിന്നെയും ഇതേപോലുള്ള ഓപ്പറേഷനുകൾ നടത്തേണ്ടതായി വന്നേക്കാം. ഇന്നലെ മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു കാട്ടാനകൾ. ഉച്ചയോടെ ഇവയെ തുരത്തുന്ന ദൗത്യം തുടങ്ങി. ചെതലയം റേഞ്ച് ഓഫീസർ രാജീവ് മുതൽ ഫോറസ്റ്റ് വാച്ചർമാർ വരെയുള്ളവരുടെ കഠിന പ്രയത്നം. തോട്ടത്തിൽ നിന്ന് വയലിലൂടെ പടക്കം പൊട്ടിച്ച് ആനകളെ ഓടിച്ചു. ഇതിനുശേഷം 2 ആനകൾ കാട്ടിലേക്ക് കയറിപ്പോയി. 1 ആന മറ്റൊരു തോട്ടത്തിൽ നിലയുറപ്പിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ശേഷിക്കുന്ന കാട്ടാനയെ കൂടി തുരത്താൻ കഴിഞ്ഞത്. താൽക്കാലിക ആശ്വാസം ജനങ്ങൾക്ക്, ഒപ്പം വനംവകുപ്പിനും. വനംവകുപ്പിന്റെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കാട്ടാനകളെ താൽക്കാലികമായെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആനകൾ വീണ്ടും കാടിറങ്ങുമോ എന്നാണ് ഉയരുന്ന ആശങ്ക. സജിൽ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.